അങ്ങനെ പൂജപ്പുരയിൽ 10 ദിവസം നീണ്ടു നിന്ന നവരാത്രി ഉത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. ഒരു ദിവസം ഞങ്ങൾ പൂജപ്പുര പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്ക് കാരണം ഒരു സ്ഥലത്തും അങ്ങനെ എത്തിപ്പെടാൻ പറ്റിയില്ല. അമ്പലത്തിലേക്ക് കയറാനോ ഒന്നും പറ്റിയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. പോയത് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഇന്ന് ഒന്നുകൂടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. തിരക്കൊട്ടും കുറവില്ല. എങ്കിലും ഞങ്ങൾ സ്റ്റോളിലൊക്കെ ഒന്ന് പോയി ദേവുട്ടിക്ക് കുറച്ച് ബുക്കൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ ബുക്സൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അവൾക്ക് ഇഷ്ടപ്പെട്ട 2 ബുക്കും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു മലയാളം നോവലൊക്കെ വാങ്ങി ഞങ്ങൾ ബുക്ക് സ്റ്റോളിൽ നിന്ന് ഇറങ്ങി. അവിടുത്തെ കുറേ സ്റ്റോളിലൊക്കെ ഞങ്ങളിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അതോടൊപ്പം തന്നെ വളരെയധികം വിഷമമുണ്ട്. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഒരു ഉത്സവ മാമാങ്കത്തിന്. ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം പൂജപ്പുരയിലെ നവരാത്രി ഉത്സവമൊക്കെ അതൊരു അനുഭവം തന്നെയാണ്. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യവുമാണ്. നവരാത്രി ഉത്സവം അവസാനിക്കുന്നു എന്നേ ഉള്ളൂ. അടുത്ത ആഘോഷം തൊട്ട് പിന്നാലെ വരുന്നുണ്ട് ദീപാവലി ആഘോഷം. എത്ര ജില്ല കേരളത്തിൽ ദീപാവലി ആഘോഷിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും തിരുവനന്തപുരത്തുകാർ അതിഗംഭീരമായി തന്നെ പടക്കമൊക്കെ പൊട്ടിച്ചാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ്. എന്തായാലും വളരെ വിഷമത്തോടും എന്നാൽ അത്യധികം സന്തോഷത്തോടും കൂടി ഇത്തവണ നവരാത്രി ഉത്സവത്തിന് തിരശ്ശീല വീഴുകയാണ്. ഒത്തിരി സന്തോഷമായി വീണ്ടും പൂജപ്പുര പോകാൻ സാധിച്ചതിലും അവിടെയെല്ലാം ചുറ്റി നടന്ന് കാണാൻ സാധിച്ചതിലുമൊക്കെ. എന്തായാലും ഇനി ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ്.